നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ ഇട്ട പൊറോട്ട ഫെയിലിയറിൻ്റെ വീഡിയോ എല്ലാവരും കൈനീട്ടി സ്വീകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം അതിടുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും എന്നതിനെപ്പറ്റി. എന്നാലും കുറച്ച് ധൈര്യം സംഭരിച്ച് അത് ഇട്ടു. അത് ഞാൻ വിചാരിച്ചതിലും ഒരുപാട് നിങ്ങൾ കൈനീട്ടി സ്വീകരിച്ചു. ഒരുപാട് പേര് നല്ല കമൻസ് പറയുകയും അതിനെപ്പറ്റി പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരിയേറെ നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം സത്യത്തിൽ ആ വീഡിയോ ഇടുന്നതിന് 1-2 മോട്ടീവ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാണുന്ന 1 മിനിറ്റിൻ്റെ വീഡിയോ ആയാൽ പോലും അതിൻ്റെ പിന്നിൽ ഒരുപാട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ വീഡിയോ ഇടുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയുവാണെങ്കിൽ കുക്കിംഗ് ചാനലിലൊക്കെ ഓരോ റെസിപ്പീസും നമ്മൾ 2, 3, 4 തവണ വരെയൊക്കെ ട്രൈ ചെയ്ത് അത്രയും പെർഫെക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ കുക്കിംഗ് അല്ലാത്ത വീഡിയോസൊക്കെ ആണെങ്കിൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കണം, ഐഡിയാസ് വരണം, അങ്ങനെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് അതിന് നടക്കുന്നുണ്ട്. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ തന്നെ ഒരിക്കലും സക്സസ് ആകണമെന്നില്ല. അതിപ്പോൾ വീഡിയോയുടെ കാര്യം അല്ലെങ്കിൽ പോലും, വീഡിയോ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എന്ത് കാര്യമായാലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അത് സക്സസ് ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പം നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അപ്പം ഓരോ തോൽവിയും വിജയത്തിലേക്കുള്ള ചവിട്ടുപടി എന്ന് പറയുന്നത് വളരെ ശരിയാണ്. നിങ്ങളെ കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫണ്ണി വീഡിയോ ആയിട്ടാണെങ്കിലും അത് ചെയ്തത്. അപ്പം എന്തായാലും നിങ്ങൾ തന്ന സപ്പോർട്ടിനും ഒന്നുകൂടി ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം എനിക്ക് അത്രയേറെ സന്തോഷമുണ്ട് ആ വീഡിയോയ്ക്ക് കിട്ടിയ കമൻസ് എനിക്ക് വായിച്ചിട്ട്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കിങ് ചെയ്യാം കേട്ടോ. അതിനൊന്നും ആരും ഒരു മടിയും വിചാരിക്കേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്, അതായത് പ്രായഭേദമന്യേ വലിയവരായാലും ചെറിയ കുട്ടികളായാലും ശരി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചോക്കോബാർ ആണ് ഇന്നത്തെ വീഡിയോ. അതിന് നമ്മുടെ വീട്ടിൽ എത്ര എളുപ്പത്തിൽ എത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ചെയ്യാമോ അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ചോക്കോബാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 120 ഗ്രാമിൻ്റെ 2 ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഇതിപ്പോൾ ഞാനൊരു 250 ml ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മധുരം, ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് മധുരം നമുക്ക് നോക്കാം. മധുരം പോരെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പഞ്ചസാര ഉപയോഗിക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബിസ്ക്കറ്റ് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കവറ് മേൽഭാഗം മുറിച്ചിട്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഈ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ കവറ് മൊത്തത്തോടെ കീറിക്കളയരുത്, കാരണം നമുക്ക് ചോക്കോബാറിൻ്റെ മോൾഡിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കവർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ 2 കവറിലെ ബിസ്ക്കറ്റും ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് തരിതരിയായിട്ട് പൊടിക്കരുത്, ഒരല്പം വലിപ്പത്തിൽ വേണം പൊടിക്കാനായിട്ട്. പിന്നെ ആ ബിസ്ക്കറ്റിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കവർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലാണ് നമ്മൾ മോൾഡ് ഉണ്ടാക്കി സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് നോക്കാം. അതിനായിട്ട് ഞാൻ ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീം, ഇതിപ്പോൾ 250 ml ഞാൻ ഇതിലേക്ക് ഒഴിക്കുവാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ബീറ്റ് ചെയ്യാം ബിസ്ക്കറ്റ്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് അല്പം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മധുരത്തിന് നമ്മുടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമിലേക്ക് ആ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനാണ്. ഞാൻ കുറച്ച് റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ചേർത്തന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഇതിപ്പോൾ തിക്കായിട്ടാണ്, ഞാൻ ഇപ്പോൾ പാൽ ചേർക്കുന്നില്ല. ചിലപ്പോൾ നമുക്ക് ഇത് ഇത്തിരി തിക്കായിട്ട് തോന്നുവാണെങ്കിൽ അല്പം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കുറച്ച് തിക്കാണ് നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ കൂട്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഒരല്പം പാല് നിങ്ങൾ നോക്കുക. നിങ്ങൾ ഒരു കവറ് ബിസ്ക്കറ്റ് എടുക്കുന്നുള്ളെങ്കിൽ 250 ml ഫ്രഷ് ക്രീം കറക്റ്റായിരിക്കും. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ ഒന്ന് ചേർത്ത് നോക്കാം. ഇപ്പം ഞാൻ മൊത്തത്തിൽ 1/2 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഗ്ലാസ് എടുക്കുക, ബിസ്ക്കറ്റ് എടുത്ത പാക്കറ്റ് അത് ഏകദേശം 1/4 ഭാഗത്ത് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കാം. മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡിൽ ചെയ്യാം കേട്ടോ. മോൾഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി മിച്ചം വന്നത് ഞാനൊരു കണ്ടെയ്നറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തതിന് സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. അപ്പം ഇതിപ്പോൾ ഞാൻ ഓരോ ഗ്ലാസ്സിലും സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. ഇത് നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്ലാസ്സിൽ വെച്ചേക്കുന്നത്. 3 എണ്ണം ഒന്നിച്ചിരിക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിക്ക് വെച്ച് കൊടുത്തു. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. സ്റ്റിക്ക് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതൊരു 8 തൊട്ട് 10 മണിക്കൂർ വരെ ഇത് നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അതിന് ശേഷമാണ് ഇതിന് ചോക്ലേറ്റ് കോട്ടിങ് കൊടുക്കുന്നത്. നമ്മളപ്പം ഫ്രിഡ്ജിൽ നമ്മുടെ ചോക്കോബാർ സെറ്റാകാൻ വെച്ചിരുന്നു. ഇനി നമുക്കതിൻ്റെ കോട്ടിങ്, ചോക്ലേറ്റ് കോട്ടിങ് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡയറി മിൽക്ക് സിൽക്കിൻ്റെ ഒരു പാക്കറ്റാണ് എടുക്കുന്നത്. ഇതിനൊപ്പം തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചോക്കോബാർ കൂടുതലുണ്ടെങ്കിൽ ബട്ടർ 2 ടേബിൾ സ്പൂണൊക്കെ ഇടാം കേട്ടോ. ഇനി നമുക്ക് ഈ ബൗള് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് ഞാനിപ്പോൾ ബട്ടർ ചേർത്ത് മെൽറ്റാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ നമ്മുടെ ഈ ചോക്കോബാർ ഡിപ്പ് ചെയ്യാൻ പാകത്തിന് ഉള്ള ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. ഇപ്പം നല്ല ചൂടായിട്ടാണ് നമ്മുടെ ഈ ചോക്ലേറ്റ് ഇരിക്കുന്നത്. അതൊന്ന് തണുത്തതിന് ശേഷം, മുഴുവൻ തണുക്കേണ്ട, ഒരല്പം ഒന്ന് ആ കട്ട ചൂടൊന്ന് മാറിയിട്ട് നമുക്ക് ബാക്കി പ്രോസസ്സ് നോക്കാം. ഇനി നമുക്ക് ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റിലേക്ക് ഇതങ്ങനെ മുക്കി കൊടുക്കാം. അപ്പം ഞാനിത് 3ഉം ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം നോക്കാം. അങ്ങനെ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് ഉണ്ടാക്കി ചോക്ലേറ്റ് കോട്ടിങ് കൊടുത്ത നമ്മുടെ ചോക്കോബാർ റെഡിയായിട്ടുണ്ട്. ഇത് ഐസാണ് നിങ്ങൾ വെള്ള രൂപത്തിൽ കാണുന്നത്. വളരെ എളുപ്പത്തിൽ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ തയ്യാറാക്കിയ ചോക്കോബാറാണ്. മോൾഡ് ഇല്ലാതെയാണ് നമ്മൾ ഈ ചോക്കോബാർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ബിസ്ക്കറ്റിൻ്റെ കൂടില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ്സോ പേപ്പർ കപ്പോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ കാണിച്ചു എന്ന് മാത്രം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ചോക്കോബാർ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരേക്കും നന്ദി.